നമസ്കാരം. ന്യൂസ് 18 ഇന്ത്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അതിർത്തിയിൽ ചൈന നടത്തിയ അതിരുകടന്ന അഭ്യാസത്തിന് തക്ക മറുപടി നൽകി ഇന്ത്യ. നയതന്ത്ര, വ്യാപാര, സൈനിക തരത്തിലുള്ള ഇന്ത്യയുടെ തിരിച്ചടി ചൈനയെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ലോകശക്തികളുടെ പിന്തുണ കൂടി ഇന്ത്യക്കൊപ്പം ചേർന്നതാണ് ചൈനയെ പ്രതിസന്ധിയിലാക്കിയത്. ഇതിന് പിന്നാലെയാണ് ലഡാക്കിൽ നേരിട്ടെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ശക്തമായ താക്കീത്. സൈനികരെ അതിർത്തിയിലേക്ക് തള്ളിവിട്ട് AC മുറികളിലിരുന്ന് തീരുമാനമെടുക്കുന്ന സർക്കാരല്ല ഡൽഹിയിലുള്ളതെന്ന പ്രഖ്യാപനം കൂടിയായി പ്രധാനമന്ത്രിയുടെ ലഡാക്ക് സന്ദർശനം. വർഷത്തിന് ശേഷം അതിർത്തിയിൽ ചോര പൊടിഞ്ഞ ജൂൺ 15 രാത്രി കഴിഞ്ഞ് ആഴ്ച 3 കിഴക്കൻ ലഡാക്ക് ഇപ്പോഴും അശാന്തമാണ്. മുറിവുണക്കാൻ സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല. അതിനു കാരണം ചൈനയുടെ ആവർത്തിച്ചുള്ള പ്രകോപനം തന്നെയാണ്. അതിർത്തിയിൽ ചൈന പ്രകോപനം തുടരുമ്പോൾ ഇന്ത്യ അവിടെ മാത്രമല്ല മറുപടി നൽകിയത്. അതിലൊന്ന് ജനപ്രിയമായിരുന്ന ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ചൈനീസ് ആപ്പുകളുടെ നിരോധനമാണ്. 2 അന്താരാഷ്ട്ര തലത്തിൽ ചൈനയെ തള്ളിയും ഇന്ത്യയെ പിന്തുണച്ചുമുള്ള ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ രംഗപ്രവേശം. 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലേ സന്ദർശനം. ഗാൽവാനിലെ സംഘർഷത്തിന് ശരിക്കുള്ള വ്യക്തമായ മറുപടിയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലഡാക്ക് സന്ദർശിക്കുമെന്നായിരുന്നു ആദ്യ തീരുമാനം. പിന്നീട് അത് റദ്ദാക്കി. സംഘർഷം ഒഴിവാക്കാൻ കോ കമാൻഡർ തലത്തിൽ നടത്തിയ ചർച്ച ധാരണയായ സാഹചര്യത്തിലാണ് സന്ദർശനം മാറ്റിവെച്ചത് എന്ന വ്യാഖ്യാനം പോലും വന്നു. എന്നാൽ ഇതിന് പിന്നാലെയാണ് മോഡി ലേയിൽ പറന്നിറങ്ങിയത്. ജൂൺ 15 ശേഷം സംഘർഷമുണ്ടായിട്ടില്ലെങ്കിലും സംഘർഷാവസ്ഥ ഒഴിവായിട്ടില്ല. ഗൽവാൻ അടക്കമുള്ള ഭൂപ്രദേശത്തിന് മേലുള്ള അവകാശവാദം ഉപേക്ഷിക്കില്ലെന്ന നിലപാടിലാണ് ചൈന ഇപ്പോഴും. ഈ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ശക്തവും വ്യക്തവുമായ സന്ദേശമാകുന്നത്. അതിർത്തി കാക്കുന്ന സൈന്യത്തിന് ആത്മവീര്യം നൽകുക എന്നതാണ് സന്ദർശന ലക്ഷ്യങ്ങളിലൊന്ന്. അതിനൊപ്പം തന്നെ അതിർത്തിയുടെ കാര്യത്തിൽ ഇന്ത്യ പിന്നോട്ടില്ലെന്നും കാര്യങ്ങളെ ഗൗരവത്തോടെ കാണുന്നുവെന്ന സന്ദേശവുമുണ്ട് അതിൽ. അധിനിവേശത്തിലൂടെ ഭൂപ്രദേശം വിപുലീകരിക്കാൻ ശ്രമിക്കുന്നവർ എന്ന് ചൈനയെ വിശേഷിപ്പിച്ചതിൽ തന്നെയുണ്ട് ഇക്കാര്യം. ഇന്ത്യൻ ഭൂമിയിൽ ആരും കയറിയിട്ടില്ലെന്ന സർവകക്ഷി യോഗത്തിൽ നടത്തിയ പ്രസ്താവനയുടെ ചുവടുപിടിച്ച് പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി കൂടി പറയുകയായിരുന്നു സന്ദർശനത്തിലൂടെ മോഡി. दुनिया के आधुनिक से आधुनिक तकनीक भारत की सेना के लिए ला रहे हैं, तो उसके पीछे की भावना भी यही है. विस्तारवाद का युग समाप्त हो चुका. കോവിഡിന് വാക്സിൻ വികസിപ്പിക്കുന്നത് അവസാന ഘട്ടത്തിലാണെന്നാണ് ICMR വെളിപ്പെടുത്തുന്നത്. ഓഗസ്റ്റിൽ മരുന്ന് വിപണിയിലെത്തിക്കാനാണ് ശ്രമം. പ്രതീക്ഷ നൽകുന്ന ഈ വാർത്തയ്ക്കിടയിലും ഇന്ത്യയിൽ കോവിഡ് പടരുന്നതിലെ ആശങ്ക ശക്തമാണ്. കോവിഡ് പ്രതിരോധത്തിൽ നിർണായക നേട്ടത്തിനരികെയാണ് ഇന്ത്യ. തദ്ദേശീയമായി ഇന്ത്യ നിർമ്മിച്ച മരുന്ന് കോവിഡിന് ഫലപ്രദമാണെന്ന സൂചനകളാണ് ICMR നിന്ന് പുറത്തുവരുന്നത്. ICMR ഡയറക്ടർ ജനറൽ ബൽറാം ഭാർഗവ ജീവനക്കാർക്ക് അയച്ച കത്തിലാണ് വാക്സിൻ ഓഗസ്റ്റ് 15 പുറത്തിറക്കണമെന്ന സൂചനയുള്ളത്. മനുഷ്യരിലെ മരുന്ന് പരീക്ഷണം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും കത്തിൽ നിർദ്ദേശമുണ്ട്.
പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ മരുന്ന് വികസനം ചർച്ചയായി എന്നാണ് നിഗമനം. വാക്സിൻ പൊതുജനങ്ങൾക്കായി നൽകുന്ന നടപടികൾ വേഗത്തിലാക്കണമെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. ഹൈദരാബാദിലെ ഭാരത് ബയോടെക് എന്ന സ്ഥാപനമാണ് വാക്സിൻ വികസിപ്പിച്ചത്. ടെക്നിക്കൽ ട്രയലിന് ശേഷം വാക്സിൻ 3 ഘട്ടങ്ങളിലായാണ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക. ക്ലിനിക്കൽ ട്രയലിനായി 12 സ്ഥാപനങ്ങളെ ICMR തിരഞ്ഞെടുത്തിട്ടുണ്ട്. കോവാക്സിൻ എന്നാണ് ഇതിനു പേര് നൽകിയത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ചെങ്കോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി വാക്സിൻ സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തുമെന്നാണ് സൂചന. ഭാരത് ബയോടെക്കിനൊപ്പം സൈഡസ് കാഡില കമ്പനിക്കും മരുന്ന് പരീക്ഷണത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. We are working very aggressively, day and night we're working, but it all depends on the regulatory and also clinical trial centers, because now there is lockdown, some other places lockdown, so I need ethical committee permission and I need people to volunteers to come to the centers for vaccination, and also they have to be screened. There should be a COVID-free volunteers. പ്രതീക്ഷ നൽകുന്ന ഈ വാർത്തകൾക്കിടയിലും വലിയ ആശങ്കയാവുകയാണ് വർദ്ധിക്കുന്ന കോവിഡ് കേസുകൾ. 6.25 ലക്ഷവും കടന്നിരിക്കുകയാണ് ഇന്ത്യയിലെ ഇതുവരെയുള്ള കോവിഡ് രോഗികളുടെ എണ്ണം. പ്രതിദിനം 20,000 കേസുകൾ വീതമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെയും തമിഴ്നാട്ടിലെയും ഡൽഹിയിലെയും സ്ഥിതി ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. വന്ദേ ഭാരത് മിഷൻ തുടരുന്നതും സഞ്ചാര സ്വാതന്ത്ര്യം വർദ്ധിക്കുന്നതും എല്ലാം രോഗവ്യാപനം വർദ്ധിക്കാൻ ഇടയാക്കുന്നുമുണ്ട്. മരണനിരക്ക് കുറവാണെന്നതും ഒരാശ്വാസമാണ്. എന്നാൽ പരിശോധനാ നിരക്ക് ഇപ്പോഴും ഇന്ത്യയിൽ കുറവാണ്. 1 കോടി പേരുടെ സാമ്പിൾ പരിശോധിച്ചപ്പോഴേക്കാണ് ഇത്രയേറെ കേസുകൾ കണ്ടെത്തിയത്. പരിശോധന വർദ്ധിപ്പിച്ചാൽ ചിലപ്പോൾ രോഗികളുടെ എണ്ണവും മരണനിരക്കിലും വൻ വർധനയുണ്ടാകുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ സിനിമ റിലീസ് ചെയ്യുകയും കാണുകയും ചെയ്യുന്ന കാലമാണിത്. ഇവിടെ പക്ഷേ മൾട്ടിപ്ലക്സുകൾ ഗ്രാമങ്ങളിൽ അന്യമാണ്. സാധാരണക്കാർക്ക് മൾട്ടിപ്ലക്സുകളിലെ സിനിമാനുഭവം പങ്കുവയ്ക്കുകയാണ് പിക്ചർ ടൈം എന്ന സംരംഭം. ഇത് നാട്ടിൻപുറത്തെ തിയേറ്റർ കാഴ്ചയാണ്. പക്ഷേ സംവിധാനങ്ങളെല്ലാം ആധുനികം. ഡോൾബി അറ്റ്മോസ് ഓഡിയോയും ഡിജിറ്റൽ സ്ക്രീനിങ്ങും ഉൾപ്പെടെ മൾട്ടിപ്ലക്സിലെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഇവിടെ. പക്ഷേ ഇത് സ്ഥിരം സംവിധാനമല്ല, സഞ്ചരിക്കുന്ന ഒരു മൾട്ടിപ്ലക്സ് ആണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇത്തരത്തിലുള്ള ആദ്യ സംരംഭമാകും ഇത്. സാധാരണക്കാരനും മൾട്ടിപ്ലക്സിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. ഛത്തീസ്ഗഡ്, ഒഡീഷ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് പിക്ചർ ടൈം ഡിജി പ്ലസ് പ്രൈവറ്റ് ലിമിറ്റഡ് സിനിമ പ്രദർശിപ്പിക്കുന്നത്. ഇതിനായി 10 മൊബൈൽ ഡിജി പ്ലസ് സിനിമാ തിയേറ്ററുകളാണ് തയ്യാറാക്കിയത്.
വിനോദരംഗവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിൽ പ്രവർത്തിക്കാനുള്ള ആഗ്രഹമാണ് ഉടമ ഇത്തരത്തിലൊരു സംരംഭം ആരംഭിക്കാൻ പ്രേരിപ്പിച്ചത്. गांव में अभी तक हम रोटी कपड़ा और मकान की बात करते थे. एंटरटेनमेंट की कोई बात नहीं करता. एंटरटेनमेंट पहुंचाने का इफेक्टिव माध्यम ट्रक ही हो सकता है, मोबिलिटी हो सकती है. इसलिए हमने ट्रक पे ही सिनेमा थिएटर बनाने की कोशिश की. उसके बाद से फिर ये इवॉल्व होते चला. ഏകദേശം 120 മുതൽ 150 പേർക്ക് വരെ ഈ താൽക്കാലിക തിയേറ്ററിലിരുന്ന് സിനിമ കാണാൻ സാധിക്കും. കാറ്റുപയോഗിച്ച് വീർപ്പിക്കാവുന്ന തരത്തിലുള്ളതാണ് തിയേറ്റർ. ടെന്റ് അടിക്കും പോലെ തറയിൽ ഹുക്കടിച്ച് അതുമായി ബന്ധിപ്പിച്ചാണ് തിയേറ്റർ ഉയർത്തി നിർത്തുന്നത്. കസേരകളും തിയേറ്ററുകളും മറ്റെല്ലാ സൗകര്യങ്ങളും വലിയ ട്രെയിലറിലാക്കി ഇത് സ്ഥാപിക്കാൻ ആവശ്യമായ ജീവനക്കാരെല്ലാം മറ്റൊരു വാഹനത്തിലാണ് സഞ്ചരിക്കുന്നത്. ക്ലൗഡ് സംവിധാനത്തിന്റെ സഹായത്തോടെ പ്രവർത്തിപ്പിക്കുന്ന സോഫ്റ്റ്വെയറാണ് സിനിമ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. 30 രൂപ മുതൽ 85 രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക്. ടിക്കറ്റിൽ നിന്ന് മാത്രമല്ല, സർക്കാരിൽ നിന്നും പരസ്യങ്ങളിൽ നിന്നുമൊക്കെ വരുമാനം ലഭിക്കുന്നുണ്ട്. സിനിമ മൊബൈലിൽ ലഭ്യമാക്കാൻ ആപ്ലിക്കേഷനുകളും തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ വർഷവും 120 യൂണിറ്റുകൾ വീതം വർദ്ധിപ്പിച്ച് 2021 3000 തിയേറ്ററുകളാക്കാനാണ് സുശീലന്റെ പരിശ്രമം. ഇതിനായി പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിലും വിനോദരംഗത്തെ പൊളിറ്റിക്സ് പലപ്പോഴും പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ട്. ഇതെല്ലാം മറികടന്നാണ് പിക്ചർ ടൈം ജനങ്ങൾക്ക് വിനോദം പകരുന്നത്. ഇരുവരുടെയും പ്രണയം എല്ലാം എല്ലാവർക്കും അറിയാം. അവരുടെ പ്രണയത്തിന്റെ പ്രതീകമായ താജ്മഹൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. മുംതാസിനു വേണ്ടി പണി കഴിപ്പിച്ച ശവകുടീരമാണ് താജ്മഹൽ. എന്നാൽ മുംതാസിനെ ആദ്യം ഖബറടക്കിയത് ആഗ്രയിലോ ഇന്ന് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നിടത്തോ അല്ല, മധ്യപ്രദേശിലാണ്. കണ്ടെത്തിയ സ്ഥലം ബുർഹാൻപൂർ ആയിരുന്നു. ഇന്ന് കോട്ടയുടെയും കൊട്ടാരത്തിന്റെയും അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇവിടെ ശേഷിക്കുന്നത്. പക്ഷേ ഈ ശേഷിപ്പുകളെ ഇന്നും പ്രദേശവാസികൾ വിളിക്കുന്നത് രാവണക്കോട്ട എന്ന അർത്ഥം വരുന്ന ഭൂൽ ഭുലയ്യ എന്നാണ്. ഈ കോട്ടയും കൊട്ടാരവും പുതിയതായി എത്തുന്ന ഒരാൾക്ക് ദുർഘടമായി തോന്നുമെന്നതുകൊണ്ടാണ് ആ പേര് വീണത്. മുംതാസിന്റെ ആദ്യ ശവകുടീരം കാണാനാണ് കൂടുതൽ ആളുകളും ഇവിടേക്ക് എത്തുന്നത്. എങ്കിലും കോട്ടയുടെയും കൊട്ടാരത്തിന്റെയും വാസ്തുവിദ്യയും പ്രധാന റെയിൽവേ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയത്തിന്റെ ട്വിറ്ററിലാണ് ഈ കുറിപ്പോടുകൂടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. 3 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ചരക്ക് ട്രെയിനിന്റേതായിരുന്നു ആ വീഡിയോ.
പുതിയ ചരിത്രം കുറിക്കുകയാണ്. ലോക്ക്ഡൌൺ കാലത്ത് നേരിട്ട നഷ്ടം മറികടക്കാനും ചരക്കുകൾ വേഗത്തിലെത്തിക്കാനുമുള്ള പുതിയ മാർഗങ്ങളിലൊന്നാണ് ഈ അനാക്കോണ്ട ട്രെയിൻ. 3 ചരക്ക് ട്രെയിനുകൾ തമ്മിൽ ഘടിപ്പിച്ച് ഒറ്റ ട്രെയിനാക്കി ഓടിച്ചായിരുന്നു ഏറ്റവും പുതിയ പരീക്ഷണം. ഇത് വിജയകരവുമായിരുന്നു. $15,000 ടൺ കൽക്കരിയാണ് 3 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ട്രെയിനിലൂടെ നീക്കിയത്. തെക്ക് കിഴക്കൻ റെയിൽവേയാണ് പരീക്ഷണ സർവീസ് നടത്തിയത്. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും തിരക്കേറിയ ചരക്ക് പാതയായ ബിലാസ്പൂർ ചക്രധാർ ഡിവിഷനുകൾക്കിടയിലായിരുന്നു പരീക്ഷണം. ബ്രാജ്രാഗ് നഗറിൽ നിന്ന് റൂർക്കേല വരെയായിരുന്നു ചരക്ക് നീക്കം. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിലാണ് ട്രെയിൻ സർവീസ് നടത്തിയത്. ട്രെയിനിന്റെ തുടക്കത്തിൽ 2 എഞ്ചിൻ, അതിനുശേഷം ഒരു ട്രെയിനിന്റെ വാഗൺ മുഴുവൻ, പിന്നീട് രണ്ടാമത്തെ എഞ്ചിനും വാഗണുകളും, പിന്നീട് മൂന്നാമത്തെ ട്രെയിനും വാഗണുകളും. കഴിഞ്ഞ മാസം 2 ഡെക്കിലുള്ള ചരക്ക് വാഗണുകൾ റെയിൽവേ പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിച്ചിരുന്നു. തെക്ക് കിഴക്കൻ റെയിൽവേ ആയിരുന്നു ആ പരീക്ഷണവും നടത്തിയത്. ന്യൂസ് 18 ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.